ഹായ് വിയേഴ്സ്, ആർ.ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് ഞങ്ങളുടെ ജോധ്പൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജോധ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഓംബന്നയിൽ പോയി. അവിടെ ഒരു ബുള്ളറ്റിനെ ആരാധിക്കുന്ന മന്ദിരമുണ്ട്, അവിടെ പോയായിരുന്നു. അതിനുശേഷം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ മൗണ്ട് അബു റോഡ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം മൗണ്ട് അബുവിലൊന്നും പോകണമെന്ന് വിചാരിച്ചതല്ല. ചൂടും ഭയങ്കര കൂടുതലൊക്കെയാണ്. നമുക്ക് മൗണ്ട് അബുവിൽ പോകാനുള്ള സമയമെന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല സമയം, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥ. അപ്പം ജൂണും നമ്മളിപ്പോൾ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചൂട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ചൂട് കൂടി മരങ്ങളെല്ലാം അവിടെ കരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണുന്നത്. എന്നാലും ഒരു ഹിൽ സ്റ്റേഷനല്ലേ, രാജസ്ഥാനിൽ ഒരേ ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. അപ്പം ആൾക്കാരും കൂടുതലും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും രാജസ്ഥാനിൽ, ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനും സീനറികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പിന്നെ ക്ലൈമറ്റ് കുറച്ച് ചൂടിൽ നിന്ന് രക്ഷ നേടാനും കൂടെയൊക്കെയാണ് ആൾക്കാർ കൂടുതലും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പം വിസിറ്റ് ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത് ഈ മാർച്ച് വരെയൊക്കെയാണ്. അപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ്, നല്ല കാറ്റും മഴയും അങ്ങനത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല ചൂടായിരുന്നു. അപ്പം നമ്മളാദ്യം അബു റോഡ് എത്തും. അബു റോഡിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ ഉണ്ട് അങ്ങ് മുകളിലോട്ട് മൗണ്ട് അബുവിൽ കയറാൻ. അപ്പോൾ അത്രയും ദൂരം എന്ന് പറയുന്നത് ഒരു ഘാട്ട് വഴിയാണ്. അന്നേരം പിന്നെ നമുക്കതും കൂടെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പം വിസിറ്റ് ചെയ്യാൻ നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ചാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഇത് വിസിറ്റ് ചെയ്ത് മൊത്തം കാണാമെന്ന് പറഞ്ഞ് പോയതല്ല, ജസ്റ്റ് അതുവഴി പാസ് ചെയ്തപ്പോൾ മൗണ്ട് അബുവിൽ പോയിട്ടില്ല, നമുക്ക് എന്തോന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് അവിടെ കാണാൻ. നമ്മൾ ആകെപ്പാടി ഒരു സ്ഥലം മാത്രമാണ് അവിടെ വിസിറ്റ് ചെയ്തത്, നക്കി ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് മാത്രമാണ്. പിന്നെ വേറെ ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ട് അവിടെ ടോഡ് റോക്ക് എന്ന് പറയുന്ന റോക്കുണ്ട്, ഒരു തവളയുടെ ആകൃതിയിലൊക്കെ ഇരിക്കുന്ന ഒരു റോക്കുണ്ട്. പിന്നെ ഗുരു ശിഖർ എന്ന് പറയുന്ന അതിൻ്റെ ഹൈറ്റൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. പിന്നെ കുറേ അജൽഗഡ് ഫോർട്ട്, ട്രിവോർട്സ് ടാങ്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹണിമൂൺ പോയിൻ്റ്, ദിൽവാര ടെമ്പിള്, ഗുരുമുഖി ടെമ്പിള്, പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊന്നും പോയ സമയത്ത് അറിയത്തില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നറിഞ്ഞത്. നമ്മൾ ആകെപ്പാടെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെയുള്ള ഘാട്ട് വഴി കയറി എത്തുന്നത് നമുക്ക് ഈ നക്കി ലേക്കിൻ്റെ അടുത്തോട്ടാണ്. നക്കി ലേക്കിലോട്ടല്ല ചെല്ലുന്നത്, അവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഒരുപാട് വഴികളുണ്ട്. എല്ലാ സർക്കിളിൽ ചെല്ലുമ്പോഴും നമുക്ക് ഒരുപോലെ തോന്നും, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലായിരിക്കും. പിന്നെ അവിടെ ഗൈഡുണ്ട്. ഗൈഡിന് 200-300 രൂപയൊക്കെ കൊടുത്താൽ അവർ പറയും 5 പോയിന്റിൽ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. നമ്മൾ നാട്ടിലോട്ട് വരാൻ ഇറങ്ങിയതല്ലേ, അപ്പം അവിടെ കറങ്ങാൻ പോയതല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവരെ ഒന്നും ഹെൽപ്പിന് വിളിച്ചില്ല. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ലൊക്കേഷൻ നോക്കിയെടുത്ത് പോയതാണ്. തന്നെയല്ല ചൂട് ഭയങ്കര, നമുക്ക് കറങ്ങാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. അവിടെ ചൂടും ഉണ്ടായിരുന്നു, നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ടങ്ങ് കറങ്ങാനും നിന്നില്ല. തന്നെയല്ല ഘാട്ട് വഴി കണ്ടപ്പോഴത്തേക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കുറേ കറങ്ങി അങ്ങ് മേലെ ചെന്നപ്പോഴത്തേക്ക് ഇത്രയും വണ്ടിക്ക് നമ്മൾ ബാഗും ലോഡും ഒക്കെ വെച്ചുകൊണ്ടല്ലേ പോയത്. അപ്പം അതും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയും ഘാട്ട് വഴി ആയിരുന്നെങ്കിൽ വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ പോകുന്നത് തന്നെ. അപ്പം വണ്ടി തന്നെ അവിടെ കൊണ്ടുചെന്ന് പാർക്കിങ്ങിലൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നടന്നു പോകണം ലേക്കിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ലേക്കിൻ്റെ അടുത്ത് നിന്നിട്ട് ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഫുഡ് പിന്നെ കഴിച്ചില്ല. ഈ നക്കി ലേക്ക് എന്ന് പറയുന്നത് മൗണ്ട് അബുവിൻ്റെ ഹാർട്ടാണെന്ന്, മത്ലബ് അതിൻ്റെ നടുക്ക് ഭാഗത്താണെന്നാണ് പറയുന്നത്. മൗണ്ട് അബുവിൻ്റെ
നടുക്കാണെന്ന് പറയുന്നത്. ഇത് നെയിൽ കൊണ്ടുണ്ടാക്കിയ കുളമായിരുന്നു. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോണ്ടല്ല, ലേക്കാണ്. അപ്പോൾ ഇത് നഖം വെച്ചിട്ട് മാന്തി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് കൊണ്ടാണ് അതിന് നക്കി ലേക്ക് എന്ന് പറയുന്നത് എന്നും പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കേട്ടിട്ടുള്ള അറിവുള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഘാട്ട് വഴിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-40 വെച്ച് ഹെയർ പിൻ ബെൻസ് കാണുമായിരുന്നു. ഒരു 28 കിലോമീറ്റർ യാത്ര ചെയ്യണമായിരുന്നു നമുക്ക് അബു റോഡിൽ നിന്ന് മൗണ്ട് അബുവിലോട്ട് ചെല്ലാൻ. അപ്പോൾ നമുക്കതൊരു 1 മണിക്കൂറിനകത്ത് 50 മിനിറ്റ് 1 മണിക്കൂറിനകത്ത് വെച്ചുള്ള യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഈ മൗണ്ട് അബുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5600 ഫീറ്റിലാണുള്ളത്. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഇങ്ങനെ വളഞ്ഞുള്ള വഴിയിൽ കൂടി ഇങ്ങനെ കയറി പോകാൻ രസമുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്കാരാണ്, നമ്മുടെ അടുത്തുള്ളവരാണ് കൂടുതലും വരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. വെക്കേഷനും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പിനകത്ത് ഇങ്ങനെ വഴി കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മളെല്ലാം വഴിയൊക്കെ കാണിച്ചു കൊടുക്കത്തില്ലേ, പസിൽ ചെയ്യുന്ന പോലെ വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ വഴികളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചൂടായിരുന്നു, അതുകൊണ്ട് 2 സൈഡിലും കൂടുതലും മരങ്ങളൊക്കെ കൂടുതലും ഉണങ്ങിയൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മാത്രം ഈ മൗണ്ട് പോലെ ടോപ്പിൽ മാത്രം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ബോർഡുകളൊക്കെ ഉണ്ട്, അനിമൽസ് ഉണ്ടാവും. പിന്നെ ആദ്യമൊക്കെപ്പാടെ നമ്മൾ കണ്ടത് ലങ്കൂറിനെ കണ്ടായിരുന്നു. വലിയ കുരങ്ങ്, വലിയ നീളമുള്ള വാലുള്ള കണ്ടോ, മാപ്പിൻ്റെ വഴി കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത്. മാപ്പിനകത്ത് ഇങ്ങനത്തെ വഴി കാണുന്നതേ പേടിയാണ്. പിന്നെ ഇതിപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ തന്നെ ഒത്തിരി പേര് കൂടൊക്കെ ഉണ്ടല്ലോ, മുന്നും പുറയൊക്കെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര വിഷയം വരത്തില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചു പോകണം. 2 വരിയല്ല ഉള്ളു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു ചെറിയ റോഡിൽ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. വഴി കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. പിന്നെ അവിടെ വഴിയിലൊന്നും നിർത്താനൊന്നും അനുവാദമില്ല. ഫോറസ്റ്റിനകത്തോട്ടൊന്നും കയറാൻ അനുവാദമില്ല. അനിമൽസിനെ ഒന്നും ചെയ്യരുത്, കല്ലെടുത്തെറിയരുത്, അവിടെ നിന്ന് അനിമൽസിനെ ഷൂട്ട് ചെയ്യരുത്. അങ്ങനെയൊക്കെ കുറേ നിബന്ധനകൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമൊക്കെ. പിന്നെ അവിടെയുള്ള അനിമൽസിൻ്റെയൊക്കെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. പിന്നെ കല്ലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ മുന്നറിയിപ്പുകളൊക്കെ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടും കേട്ടും വായിച്ചും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നല്ലൊരു രസമാണ്, പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് നല്ല തലവേദനയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് പോയേനെ. അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇപ്പം ചൂട് കാരണമായിട്ടായിരുന്നു. ചൂടും പിന്നെ കഴിഞ്ഞ തലേദിവസത്തെ ഉറക്കവും എല്ലാം കൂടെ ഉള്ള കാരണം ഒന്നും പറ്റിയില്ല. പിന്നെ തിരിച്ചിറങ്ങിയിട്ടാണ് ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോഴാണ് ശരിയായത്.
അവിടെ ചെല്ലുമ്പം നമുക്ക് സാധാരണ ഒരു സിറ്റി പോലെ തോന്നുന്നത്, കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്, അബു പർവ്വത് പർ ആപ്ക ഹാർദിക് സ്വാഗത് ഹെ. അപ്പം ഈ ഇത്രയും ഘാട്ട് കയറി നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ സാധാരണ ഒരു സിറ്റി പോലെ ഉള്ള അവിടെ, പിന്നെ അത് ടൂറിസ്റ്റ് പ്ലേസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഓരോ ഡയറക്ഷനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് നമ്മൾ ആകെപ്പാടെ ഈ ലേക്കിനെ കുറിച്ച് മാത്രം ഓർമ്മയുള്ളതുകൊണ്ട് അങ്ങോട്ടും ആ മാപ്പ് മാത്രം ഇട്ട് നോക്കിയാണ് അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ ഗൈഡ്സ് ഉണ്ട്. അവരെ വിളിച്ചാൽ നമുക്ക് അവരുടെ സൗകര്യത്തിൽ അവർ ബൈക്കിൽ മുന്നിൽ പോകും, നമ്മൾ പുറയിൽ വണ്ടിയും കൊണ്ട് പോയാൽ മതി. അങ്ങനെയെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയിക്കോളും. പക്ഷെ നമുക്ക് അത്രയും സമയം അവിടെ കളയാനില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങണമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ പോയില്ല. പിന്നെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ ഒരുപാട് കടകളൊക്കെ കാണുമല്ലോ ഇതുപോലെ, ഫുഡിൻ്റെ ആയാലും പിന്നെ തൊപ്പിയും സൺഗ്ലാസസും ഡ്രസ്സുകളും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, വണ്ടി പാർക്ക് ചെയ്യുന്നതിനോട് പൈസ കൊടുക്കണം. അത് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് പോകണം. അപ്പം അങ്കിത്തും പറയും എനിക്കും തലവേദന എടുക്കുന്നു, വിശക്കുന്നു, പല പല കാര്യങ്ങളാണ് പലർക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അത്ര. അപ്പോൾ അഡ്ജസ്റ്റായി വരണം കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലേക്കിൻ്റെ അടുത്തോട്ട് പോകാൻ പോയി. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു അമ്പലം കാണാൻ പറ്റും, ശ്രീ ദുലേശ്വർ മഹാദേവ്. പക്ഷെ അവിടെ കയറിയില്ല, ഉച്ച സമയമായി, അമ്പലമൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. നമ്മൾ നേരെ ഇങ്ങോട്ട് ലേക്കിൻ്റെ അടുത്തോട്ട് വെച്ച് പിടിച്ച് നടന്ന് പോയി. കുറച്ച് നടക്കണമായിരുന്നു വെയിലും കൊണ്ട്. നമ്മൾ ചോറും കൂടെ എടുത്തുകൊണ്ട് പോയി അവിടെ എങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പം ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, ആരും ചോറ് കഴിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനിരുന്നില്ല. തന്നെയല്ല അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവായിരുന്നു, ചൂടും ഒക്കെ ആയതുകൊണ്ട് ഇരുന്ന് കഴിക്കാനും സ്ഥലം കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചില്ല. ജസ്റ്റ് ഒന്ന് ലേക്ക് കണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചന്നേരേ പോയിരുന്നു. അതിനകത്ത് ലേക്കിനകത്താണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങും മറ്റേ വാട്ടർ സ്പോർട്സിൻ്റെയൊക്കെ ഉണ്ട്, ബോട്ടിങ്ങിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ പെഡൽ ബോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല. ജസ്റ്റ് അവിടെ ഒന്ന് പോയി എന്നെല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അപ്പോഴേ അവിടെ നിന്ന് തിരിച്ചു പോരും. अभी फोटो करा सर, फोटो लेंगे, फोटो सॉफ्ट कॉपी सर, 30 रुपये देखिए, 30 रुपीज़। फोन में, मोबाइल में, बच्चों का गिटार में। ഇത്രയും മല കയറി വന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ലേക്ക്, ആ ലേക്കിന് ചുറ്റും മലകളാണ്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയെല്ലാം ടൂറിസം ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, നക്കി ഝീൽ. അപ്പം പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാരവിടെ കച്ചവടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചെന്നില്ല, സുവനീർ വാങ്ങിച്ചായിരുന്നു. ചിൽക്ക ലേക്കിൻ്റെ അല്ല, മൗണ്ട് അബുവിൻ്റെ ഒരു ഇത് വാങ്ങിച്ചായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഓരോന്നും ഒക്കെ എഴുതിപ്പിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റും. പേരും അഡ്രസ്സും അങ്ങനത്തെയൊക്കെ നമ്മൾക്ക് തടിയിലൊക്കെ എഴുതിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതും കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്ന് വണ്ടിയെ എടുത്ത് നമ്മൾ പോവുകയും ചെയ്തു.
ചരിവുകളാണ് ഇത്. നമുക്ക് അവിടെ വെള്ളം വീഴുന്നു. വരുമ്പം കാണുന്ന ഒരു വ്യൂ പോയിന്റ്, ചെറിയൊരു അരുവി കാണാൻ പറ്റുന്നത്. അതേ സമയത്ത് ഇഷ്ടം പോലെ വെള്ളച്ചാട്ടം കാണും. വെള്ളം പാറയുടെ പുറത്തൂടെ വെള്ളം ഒലിച്ചതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. കാണുമോ? ആ സൈഡിലും മലയിലൊക്കെ മഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ട്. ഓ നിർത്തണ്ട. ഇവിടെ വരാനുള്ള സമയം എന്ന് പറയുന്നത് മാർച്ച് വരെ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇതിപ്പോൾ കൊട്ട വരെയായി. മഴ പെയ്തായിരുന്നു പിന്നെയും കുഴപ്പമില്ല. മഴക്കോളുണ്ട്. അവിടെ മേഘങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട്, വെയിൽ വരാത്തത്. കുറച്ചെടുത്ത് വെയിൽ കണ്ടോ? മേഘങ്ങൾ നിൽക്കുന്നിടത്ത് വെയിലില്ല, മേഘം ഇല്ലാത്തടത്ത് വെയിൽ വരുന്നു. ഹനുമാസ്വാമിയുടെ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്കാണെങ്കിൽ ഈ 2-3 വളമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം വ്യൂ പോയിൻ്റ് ഒക്കെ കാണും. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരിക്കും. പക്ഷേ ക്ലൈമറ്റ് മാറി തുടങ്ങി, മഴക്കോളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. നല്ല മഴക്കോളുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് തുള്ളിയായിട്ട് മഴയൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ അതിനും വേണ്ടിയൊന്നുമില്ല. താഴെ ചെന്നപ്പോൾ ഒട്ടും മഴയില്ല, ഭയങ്കര വെയിലും ചൂടും തന്നെയായിരുന്നു. ഇവിടെ വെയിലുണ്ട്, അത്യാവശ്യം ചൂടുമുണ്ട്. സീസണിൻ്റെ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മാർച്ച് ആണല്ലോ. അപ്പോൾ ആ സമയത്തായിരിക്കും നല്ല ക്ലൈമറ്റ് ഉള്ളത്. ഇപ്പം നമുക്ക് ചൂടായിരുന്നു കൂടുതലും കിട്ടിയത്.
മൗണ്ട് അബു തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്നാണ് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങിയത്. ഇത്രയും ചൂട് സമയത്ത് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ആ മാർച്ചിന് മുന്നേ ഉള്ള സമയം എന്ന് പറയുന്നത് നല്ല അടിപൊളി സമയമായിരിക്കും അവിടെ വിസിറ്റ് ചെയ്യാൻ. ക്ലൈമറ്റ് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നല്ല മഴയും കാറ്റും മഞ്ഞും എല്ലാം നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് വന്നാലിവിടെ. സ്ഥലങ്ങൾ കാണാനും വന്നിരിക്കാനും ഒക്കെ നല്ല രസമുണ്ട് പാറപ്പുറത്ത്. പക്ഷേ ഇവിടെ എല്ലാം വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചിട്ടേക്കുക. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് താഴെ വന്ന് അങ്കിട്ടോവും വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയും ദിവസമായി ഒരു ദിവസം പകുതിയായപ്പോഴത്തേക്ക് ക്ഷീണിച്ച്. ഇനി ഞങ്ങൾക്ക് ചോറ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇനിയും നാട്ടിലോട്ടുള്ള കാഴ്ചയുടെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. റോഡിൻ്റെ ഇപ്പുറത്തോ? ബൈക്ക് ഇടിച്ചിട്ടാണ്. നീയോ? നീ ഇടിച്ചിട്ടാണ് ബൈക്കിന്? എന്നെ